Welcome to another video of learning tips. Today we are going to discuss about third chapter from 10th standard geography. The name of the chapter is Human Resource Development in India. Human resource. What is human resource? People with manpower which can be utilized in the production sector. ഉൽപാദന മേഖലയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളെയാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് വിളിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഓഫ് മാൻസ് ഫിസിക്കൽ ആൻഡ് മെന്റൽ എബിലിറ്റീസ് ത്രൂ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ട്രെയിനിങ്. വിദ്യാഭ്യാസത്തിലൂടെയും ട്രെയിനിങ്ങിലൂടെയും മനുഷ്യന്റെ അധ്വാനശേഷിയെ വികസിപ്പിക്കുന്നതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡിഫറൻറ്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഏതെല്ലാം തരത്തിൽ വ്യക്തികളുടെ കഴിവിനെ നമുക്ക് വികസിപ്പിക്കാം? ദ ഫസ്റ്റ് വൺ, ഇൻഡിവിജ്വൽസ് ടേക്ക് എഫേർട്സ് ടു ഡെവലപ്പ് ദെയർ ഓൺ സ്കിൽസ്. വ്യക്തികൾ അവരുടെ കഴിവ് തന്നെ വികസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ദെൻ സെക്കൻഡ് വൺ, ഫാമിലി ക്രിയേറ്റ്സ് ആൻ എൻവയോൺമെന്റ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽസ്. കുടുംബം വ്യക്തികളുടെ കഴിവ് വികസനത്തിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു. Various institutions and agencies provide facilities for education and training. ഇതിനു പുറമെ ധാരാളം സ്ഥാപനങ്ങൾ വ്യക്തികളുടെ കഴിവ് വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. Then nation provides necessary facilities for its people to develop their skill. ഇതിനൊക്കെ പുറമെ രാജ്യം തന്നെ വ്യക്തികളുടെ വികാസത്തിന് വേണ്ടിയിട്ട് പല പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട്. These are the important different levels of human resource development. Features of human resource. Which are the important features of human resource? Features of human resource can be broadly classified into two sections like quantitative features and qualitative features. In quantitative features, there is size of population, population density, growth of population, birth rate, death rate, then population structure, age structure, sex ratio, labor force participation rate, dependency ratio. In qualitative features, there is education, literacy rate, then health care and life expectancy. We are going to discuss these features one by one. Firstly, we discuss about quantitative features. The first one, size of population. What is size of population? The total number of people residing in a country at a particular time. ഒരു പ്രത്യേക കാലത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തെയാണ് സൈസ് ഓഫ് പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. ഡെമോഗ്രഫി, the branch of social science that analyzes the population, the changes in its size, its structural aspects is known as demography. ഒരു രാജ്യത്തെ ജനസംഖ്യയുടെ വലുപ്പത്തിൽ വരുന്ന മാറ്റം, അതിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന മാറ്റം, ഇതിനൊക്കെ കുറിച്ചുള്ള പഠനത്തെയാണ് ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത്. പോപ്പുലേഷൻ സെൻസസ്. Every country collects the information on the number of people in the country, their age, sex, socio-economic status, etc. and analyzes these at a specific intervals of time. Population census എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യവും നിശ്ചിത ഇടവേളകളിൽ ആ രാജ്യത്ത് താമസിക്കുന്ന ആളുകളുടെ എണ്ണം, അതുപോലെ തന്നെ അവരുടെ ഏജ്, സെക്സ് റേഷ്യോ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഇതൊക്കെ കണക്കെടുക്കുന്നുണ്ട്. അതിനെയാണ് പോപ്പുലേഷൻ സെൻസസ് എന്ന് വിളിക്കുന്നത്. In India, census activities are spearheaded by the Office of the Population Registrar General and Census Commissioner. ഇന്ത്യയിൽ പോപ്പുലേഷൻ സെൻസസിന് നേതൃത്വം നൽകുന്നത് ഓഫീസ് ഓഫ് ദ പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ്. എന്തൊക്കെയാണ് ജനസംഖ്യാ പഠനത്തിൻ്റെ ലക്ഷ്യങ്ങൾ? Help the government to quantitatively assess the different needs of the people and to plan activities, programs accordingly. ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയെന്നറിയാനും അതിനനുസരിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും.
informs the availability of human resource in a country. ഒരു രാജ്യത്ത് ലഭ്യമായ മാനുഷിക വിഭവത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നു. Depicts the extent of basic facilities required by the people. ജനങ്ങൾക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു. Quantifies the goods and services required. ജനങ്ങൾക്ക് വേണ്ട വസ്തുക്കളും സേവനങ്ങളും എത്രയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. Determines the socio-economic development policies. These are the important objectives of population studies. Density of population. What is density of population? Density of population refers to the number of people per square kilometer area. ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തെയാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ ഗ്രോത്ത് refers to the increase in the number of people in an area with a specific period of time. ഒരു പ്രത്യേക കാലത്ത് ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. Population growth rate. Population growth rate indicates in terms of percentage and states the increase of population in a year as compared to the previous year. തൊട്ടുമുന്നത്തെ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ജനസംഖ്യയിൽ എത്ര ശതമാനം വർധനവുണ്ടായി എന്നതിനെയാണ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. Factors that affect the population of a country. ഒരു രാജ്യത്തെ ജനസംഖ്യയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഫസ്റ്റ് വൺ, ബർത്ത് റേറ്റ്. വാട്ട് ഈസ് ബർത്ത് റേറ്റ്? ബർത്ത് റേറ്റ് ഈസ് നമ്പർ ഓഫ് ലൈവ് ബർത്ത്സ് പെർ 1000. 1000 ജനങ്ങൾക്കിടയിൽ ജീവനോടെ എത്ര കുട്ടികൾ ജനിക്കുന്നു എന്നതാണ് ബർത്ത് റേറ്റ്. ഡെത്ത് റേറ്റ്. ഡെത്ത് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് പെർ 1000. 1000 ജനങ്ങൾക്കിടയിൽ എത്ര പേർ മരിക്കുന്നു എന്നതാണ് ഡെത്ത് റേറ്റ്. മൈഗ്രേഷൻ. മൈഗ്രേഷൻ ഈസ് ദ സെറ്റിൽമെൻറ്റ് ഓഫ് ദ പീപ്പിൾ ഓഫ് എ റീജിയൻ ഇൻ അനദർ റീജിയൻ. ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ മറ്റൊരു പ്രദേശത്തേക്ക് കുടിയേറി പാർക്കുന്നതിനെയാണ് മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. ബർത്ത് റേറ്റ് ഇൻക്രീസസ്, ഡെത്ത് റേറ്റ് ഡിക്രീസസ്. ജനന നിരക്ക് വർദ്ധിക്കുന്നു, മരണനിരക്ക് കുറയുന്നു. പോപ്പുലേഷൻ ഇൻക്രീസസ്. അപ്പോൾ ആ രാജ്യത്ത് ജനസംഖ്യ വർദ്ധിക്കും. ബർത്ത് റേറ്റ് ഡിക്രീസസ്, ഡെത്ത് റേറ്റ് ഇൻക്രീസസ്. ജനന നിരക്ക് കുറയുന്നു, മരണനിരക്ക് വർദ്ധിക്കുന്നു. അപ്പോൾ ആ രാജ്യത്ത് പോപ്പുലേഷൻ ഡിക്ലൈൻസ്, ജനസംഖ്യ കുറയുന്നു. ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആർ ഈക്വൽ. ജനന നിരക്കും മരണനിരക്കും തുല്യമായി നിൽക്കുമ്പോൾ ആ രാജ്യത്ത് നോ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ, ജനസംഖ്യയിൽ മാറ്റമുണ്ടാവില്ല. മൈഗ്രേഷൻ. പോപ്പുലേഷൻ ഇൻക്രീസസ് ഇൻ വൺ റീജിയൻ ബട്ട് ഡിക്രീസസ് ഇൻ അനദർ റീജിയൻ. ഏത് രാജ്യത്തേക്കാണോ കുടിയേറി പാർക്കുന്നത് അവിടെ ജനസംഖ്യ വർദ്ധിക്കുകയും ഏത് രാജ്യത്ത് നിന്നാണോ കുടിയേറി പാർക്കുന്നത് അവിടെ ജനസംഖ്യ കുറയുകയും ചെയ്യും. പോപ്പുലേഷൻ സ്ട്രക്ചർ. വാട്ട് ഇസ് പോപ്പുലേഷൻ സ്ട്രക്ചർ? Age structure is the classification of population into different age groups and presenting the ratio of each group in the population. Example, 0 to 14 years, 15 to 59 years and 60 and above years. ജനസംഖ്യയെ വിവിധ വയസ്സുള്ള ആളുകളുടെ ഗ്രൂപ്പുകളാക്കുന്നതിനെയാണ് പോപ്പുലേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 0 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ, അതുപോലെ തന്നെ 15 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള ആളുകൾ, 60 വയസ്സും അതിനു മുകളിലുമുള്ള ആളുകൾ. ഇത്തരത്തിൽ ജനസംഖ്യയിൽ വിവിധ ഏജ് ഗ്രൂപ്പുകളാക്കുന്നതിനെയാണ് പോപ്പുലേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഈസ് the ratio of the population in the age group 15 to 59 who are either employed or actively looking for jobs. തൊഴിലുള്ളവരും തൊഴിലന്വേഷകരുമായ 15 മുതൽ 59 വയസ്സ് വരെയുള്ള ആളുകൾ ആകെ ജനസംഖ്യയുടെ എത്ര ശതമാനം എന്നതാണ്
labor force participation rate. Dependency ratio. The age group 0 to 14 years and 60 years and above are included in the dependent group. Their proportion in total population is known as the dependency ratio. 0 മുതൽ 14 വയസ്സ് വരെയുള്ളവരും 60 വയസ്സും അതിനു മുകളിലുള്ള ആളുകളും ആകെ ജനസംഖ്യയുടെ എത്ര ശതമാനമുണ്ട്? അതാണ് ഡിപ്പെൻഡൻസി റേഷ്യോ. സെക്സ് റേഷ്യോ. സെക്സ് റേഷ്യോ ഈസ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. ആകെ ജനസംഖ്യയിൽ 1000 പുരുഷന്മാരുടെ ഇടയിൽ എത്ര സ്ത്രീകളുണ്ട്? അതിനെയാണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ദാറ്റ് ഇംപ്രൂവ് ദ ലേബർ പൊട്ടൻഷ്യൽസ്. ഒരു വ്യക്തിയുടെ അധ്വാന ശേഷിയെ വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഗുണപരമായ ഘടകങ്ങൾ ഏതൊക്കെ? ഫസ്റ്റ് വൺ എഡ്യൂക്കേഷൻ, ദെൻ സെക്കൻഡ് വൺ ഹെൽത്ത് കെയർ, തേർഡ് വൺ ട്രെയിനിങ്, ആൻഡ് ഫോർത്ത് വൺ social capital, and fifth one development in information technology. These are the important qualitative factors that improve the labor potential. Advantages in developing human resource. മാനുഷിക വിഭവം വികസിപ്പിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? The first one, economic inequality is reduced. സാമ്പത്തിക അസമത്വം കുറക്കാൻ കഴിയും. നാച്ചുറൽ റിസോഴ്സ് ഈസ് യൂട്ടിലൈസ്ഡ് ഇഫക്റ്റീവ്ലി. പ്രകൃതി വിഭവങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. മേക്സ് പോസിബിൾ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താൻ കഴിയും. സോഷ്യൽ വെൽഫെയർ ഈസ് എൻഷ്യൂർഡ്. സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്താൻ കഴിയും. എൻ്റർപ്രണർഷിപ്പ് ഇംപ്രൂവ്സ്. സംരംഭകത്വം മെച്ചപ്പെടുന്നു. പ്രൊഡക്ടിവിറ്റി ഓഫ് ദ വർക്കേഴ്സ് ഇൻക്രീസസ്. ആളുകളുടെ ഉൽപാദനശേഷി വർദ്ധിക്കുന്നു. These are the important advantages in developing human resource. Education and human resource development. How education helps in the development of a country. വിദ്യാഭ്യാസം എങ്ങനെയാണ് രാജ്യ പുരോഗതിക്ക് സഹായകമാകുന്നത്? Education leads to improve the skills of individual. വ്യക്തികളുടെ കഴിവ് വികസിപ്പിക്കുന്നു. ബെറ്റർ ദ ടെക്നോളജിക്കൽ നോ ഹൗ. സാങ്കേതിക വിദ്യകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന അറിവ് ലഭിക്കുന്നു. ഹെൽപ്സ് ടു സെക്യൂർ ബെറ്റർ ജോബ് ആൻഡ് ഇൻകം. നല്ല ഒരു ജോലി ലഭിക്കുന്നതിനും സമ്പാദ്യമുണ്ടാക്കുന്നതിനും വിദ്യാഭ്യാസം സഹായിക്കും. ഇംപ്രൂവ്സ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ജീവിത നിലവാരം ഉയർത്തുന്നു. ഇറ്റ് ലീഡ്സ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. Experts argue that at least 6% of national income must be spent for providing facilities in education sector. രാജ്യവരുമാനത്തിൻ്റെ 6% വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ലിറ്ററസി റേറ്റ്. ലിറ്ററസി റേറ്റ് refers to the percentage of population that can read and write with comprehension. ആകെ ജനസംഖ്യയിൽ അർത്ഥമറിഞ്ഞ് വായിക്കാനും എഴുതാനും കഴിയുന്ന ആളുകളുടെ എണ്ണം എത്ര ശതമാനമാണ് എന്നതാണ് ലിറ്ററസി റേറ്റ്. പ്രൊജക്ട്സ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ ടു ഡെവലപ്പ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ്. വിദ്യാഭ്യാസവും തൊഴിൽ നിപുണതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് രാജ്യത്ത് നടപ്പാക്കിയ പദ്ധതികൾ. ഫസ്റ്റ് വൺ, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, ICDS. What is the goals of ICDS? To ensure integrated development of children up to 6 years. 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനം. To provide health care for pregnant and lactating women. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ആരോഗ്യ സംരക്ഷണം നൽകുക. സമഗ്ര ശിക്ഷാ അഭിയാൻ SSA. SSA formed by integrating സർവ ശിക്ഷാ അഭിയാൻ ആൻഡ് രാഷ്ട്രീയ മാധ്യമക് ശിക്ഷാ അഭിയാൻ. സർവ ശിക്ഷാ അഭിയാനും രാഷ്ട്രീയ മാധ്യമക് ശിക്ഷാ അഭിയാനും കൂടി ചേർന്നിട്ടാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ ഉണ്ടായിരിക്കുന്നത്. വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഗോൾസ് ഓഫ് SSA? ടു എൻഷുർ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ടു ഓൾ അപ് ടു ഹയർ സെക്കൻഡറി ലെവൽ. ഹയർ സെക്കൻഡറി ലെവൽ വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുക. To ensure quality and equity.
വിദ്യാഭ്യാസത്തിൽ ഗുണവും തുല്യതയും ഉറപ്പുവരുത്തുക. ടു പ്രൊമോട്ട് ദ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക. ടു സ്ട്രെങ്തനിങ് ദ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് SCRT ആൻഡ് ഡയറ്റ്, SCRT, ഡയറ്റ് തുടങ്ങിയ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ RUSA, ടു ഇൻക്രീസ് ദ ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുക. ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം ഉറപ്പുവരുത്തുക. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം, ടു ഇംപ്രൂവ് ദ വർക്കിംഗ് സ്കിൽസ് ഓഫ് ദ യൂത്ത്, യുവാക്കളുടെ തൊഴിൽ നിപുണത വർദ്ധിപ്പിക്കുക. ടു എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് പീപ്പിൾ വിത്ത് എംപ്ലോയബിൾ സ്കിൽ, തൊഴിൽ ചെയ്യാൻ കഴിവുള്ള ആളുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് projects implemented in India to develop education and skills. Institution to provide education, വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾ, schools, colleges, universities and technical education institute. Our country has made education a fundamental right and has passed the Right to Education Act in 2009. നമ്മുടെ രാജ്യം വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിക്കൊണ്ട് ഒരു നിയമം പാസാക്കി. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഓർ RTE ആക്ട് 2009. The Constitution ensures the goal of elementary education for all through RTE. ഈ നിയമത്തിലൂടെ ഭരണഘടന നമുക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകും. Problems still exist in the education sector of India. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ. ഫസ്റ്റ് വൺ, certain sections drop out from the schools without completing primary education. കുറച്ച് കുട്ടികൾ പ്രാഥമിക വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാതെ സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട്. And second one, there is a lack of availability of basic facilities in the education sector. വിദ്യാഭ്യാസ മേഖലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത. Then third one, quality of education has to be improved. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണത വർദ്ധിപ്പിക്കേണ്ടത്. These are the important problems still exist in education sector of India. Human resource development and health care. What is health? The definition of World Health Organization. Health is a state of physical, mental and social well-being. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശാരീരിക, മാനസിക, സാമൂഹിക സുസ്ഥിതിയാണ്. How healthy person can participate in the progress of a country. ഒരു ആരോഗ്യമുള്ള വ്യക്തിക്ക് രാജ്യ പുരോഗതിയിൽ എങ്ങനെ പങ്കാളിയാവാൻ കഴിയും? The first one, production increases with the increase in efficiency and number of working days. തൊഴിൽ ദിനം വർദ്ധിക്കുന്നത് കൊണ്ട് ഉൽപാദനം വർദ്ധിക്കും. Natural resources can be utilized properly. പ്രകൃതി വിഭവങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു. Medical expense can be reduced, thereby reducing the government's expenditure. മെഡിക്കൽ എക്സ്പെൻസ് കുറക്കാൻ കഴിയും, അതിലൂടെ ഗവൺമെൻറ്റിൻ്റെ ചിലവുകൾ കുറക്കാൻ കഴിയും. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ ത്രൂ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. ഉൽപാദനം വർദ്ധിക്കുന്നതിലൂടെ സാമ്പത്തിക പുരോഗതി ഉണ്ടായിരിക്കും. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ത്രൂ വിച്ച് എ പേഴ്സൺ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് എ കൺട്രി. ഫെസിലിറ്റീസ് ടു ബി എൻഷ്യൂർഡ് ഫോർ ഹെൽത്ത് കെയർ. ആരോഗ്യ സംരക്ഷണത്തിന് നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ്. സെക്കൻഡ് വൺ, അവൈലബിലിറ്റി ഓഫ് ക്ലീൻ വാട്ടർ. ദെൻ തേർഡ് വൺ, പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ദെൻ ഫോർത്ത് വൺ, ക്ലീൻലിനെസ്. ദെൻ ഫിഫ്ത്ത് വൺ, മെഡിക്കൽ ഫെസിലിറ്റീസ്. ദെൻ ensuring the leisure and entertainment. Then healthy environment. These are the important facilities to be ensured for health care. Institution work in the medical sector. മെഡിക്കൽ സെക്ടറിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. മെഡിക്കൽ കോളേജസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് CHC,
primary health centers, PHC, health sub-centers. These are the important institutions work in the medical sector. Different system of medicine. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ചികിത്സാ രീതികൾ ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി. These are the important different systems of medicine in our country. Institution works to make available quality health service. First one, National Rural Health Mission functions in rural sector. National Rural Health Mission പ്രവർത്തിക്കുന്നത് ഗ്രാമീണ മേഖലയിലാണ്. Then second one, National Urban Health Mission NUHM functions in urban sector. National Urban Health Mission പ്രവർത്തിക്കുന്നത് നഗര മേഖലയിലാണ്. What is life expectancy? Life expectancy is the expected average years of life of a person. ഒരു രാജ്യത്തെ ജനങ്ങൾ എത്ര വയസ്സുവരെ ശരാശരി ജീവിക്കുന്നു എന്നതിനെയാണ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്.